എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മൾ മഴക്കാലത്ത് നട്ടു വളർത്തിയ അടുക്കളത്തോട്ടത്തിൽ നിന്നും വിളവെടുപ്പ് നടത്താം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്തിയ വെണ്ടയിലും വഴുതനയിലും പയറിലുമൊക്കെ പൂക്കൾ ഉണ്ടാവുകയും കായകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചീര അരിയെടുക്കുന്നതിനായിട്ട് നമ്മൾ നിർത്തിയിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ ബന്ദി തൈകൾ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ മഞ്ഞ പൂക്കൾ ഒരു പരിധിവരെ കീടങ്ങളിൽ നിന്നും നമ്മുടെ പച്ചക്കറി ചെടികളെ സംരക്ഷിക്കും. ഇത് പച്ചച്ചീരയാണ്. അതുപോലെ നമ്മൾ നട്ട പടവലത്തിൽ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പടവല ചെടിക്ക് പടർന്നു കയറാനായി നമ്മൾ കമ്പുകളൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ പന്തൽ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഴക്കാലത്ത് നട്ടിരുന്ന ചേമ്പൊക്കെ കിളിർത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും കിളിർത്തിട്ടുണ്ട്. മഴ വന്നപ്പോൾ നമ്മുടെ ഒരു വെണ്ടയുടെ മുകൾ ഭാഗം ഒടിഞ്ഞു പോയിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വഴുതനയിലൊക്കെ പൂക്കൾ വരാൻ തുടങ്ങി. ഇതൊരു കുറ്റിക്കുരുമുളകിൻ്റെ തൈ ആയിരുന്നു. അപ്പോൾ അതിലും പുതിയ ശാഖകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനൊരു സപ്പോർട്ടായിട്ട് നമ്മൾ ഒരു പൈപ്പ് വെച്ചിട്ട് അതിലേക്ക് വാഴനാരൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന് പടരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. അടുക്കളത്തോട്ടം തയ്യാറാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇനിയും വൈകിയിട്ടില്ല. പുതിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുക. മഴക്കാലത്ത് നമുക്ക് കാന്താരിയും പച്ചമുളകും ഒക്കെ ഒരുപാട് ഉണ്ടായി കിട്ടുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ച കാന്താരി നിറയെ കാന്താരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വിളവെടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടു വളർത്തി ഉണ്ടാകുന്ന പച്ചക്കറികൾ വിളവെടുക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് കാന്താരിമുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാന്താരിമുളക് മാത്രമല്ല, പച്ചമുളകും നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ പച്ചമുളകിൽ നിന്ന് പച്ചമുളക് എടുക്കാറുണ്ട്. തോരനും മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ പച്ചമുളക് തന്നെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ 3-4 ചുവട് പയർ ചെടികളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിൽ നിന്ന് കായ്കൾ വിളവെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പയറുകളൊക്കെ പിച്ചി സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം നമുക്ക് ഒരു കറിക്കുള്ളതാകുമ്പോൾ നമുക്ക് വീട്ടിൽ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികൾ നന്നായിട്ട് വളരുവാനും അതുപോലെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചൊക്കെ മുൻപ് അടുക്കളത്തോട്ടം ടിപ്സ് എന്ന വീഡിയോകളിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുത്ത കാന്താരി ഉപയോഗിച്ച് നമ്മൾ പാവയ്ക്ക അച്ചാർ തയ്യാറാക്കി. 3-4 ചുവട് പച്ചച്ചീര നമുക്ക് നട്ട് വളർത്താമെങ്കിൽ അതിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇല ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് ചീര ഉപയോഗിച്ച് ഒരു അവിയൽ തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ പച്ചച്ചീരയൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചീര അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മാങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി പുളിയുള്ള മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ 1/4 ഭാഗം മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം മുരിങ്ങയ്ക്കായും മാങ്ങായും ഒക്കെ ഒന്ന് വെന്ത് വെള്ളം പറ്റി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചച്ചീരയും അതിൻ്റെ തണ്ടുമൊക്കെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചീര അവിയലിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, 1 അല്ലി വെളുത്തുള്ളി, 1 നുള്ള് ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ തയ്യാറാക്കിയ അരപ്പ് നമ്മുടെ
ചീരയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. എണ്ണ ഉപയോഗിക്കാതെ ഭക്ഷണം പാകം ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർക്കണ്ട. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അരപ്പിൻ്റെ പച്ചമണം മാറിയാൽ നമ്മുടെ ചീര അവിയൽ തയ്യാർ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചീര അവിയൽ തയ്യാറായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് കഴിക്കാൻ ചോറിൻ്റെ ഒപ്പം നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുണ്ടായ പച്ചച്ചീര അവിയലും പാവയ്ക്ക അച്ചാറും ഉണ്ടായിരുന്നു. കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീട്ടിൽ ഒരു അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.